പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം കൂടി. ഞാറക്കോട് സ്വദേശി കുമാരനാണ് മരിച്ചത്. സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു. കലക്ടറും ജനപ്രതിനിധികളും എത്തി വന്യജീവി ആക്രമണം തടയാൻ അടിയന്തര നടപടികൾ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. രാത്രിയോടെ ആനയെ കാട്ടിലേക്ക് കുങ്കിയാന ഉപയോഗിച്ച് തുരത്തി. ഇന്ന് പുലർച്ചെയാണ് വീട്ടുമുറ്റത്ത് വെച്ച് കാട്ടാന കുമാരനെ ആക്രമിച്ചത്. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കുമാരൻ മരിച്ചു. പിന്നാലെ ഭീതി വിതച്ച 1 മണിക്കൂറിലധികം ആന പ്രദേശത്ത് തന്നെ തുടർന്നു. പിന്നീട് ഇവിടെ എത്തിയ നാട്ടുകാർ ശക്തമായി പ്രതിഷേധം ആരംഭിച്ചു. കുമാരന്റെ മകന് താൽക്കാലിക ജോലി നൽകുമെന്നും റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാനും നടപടികൾ ആരംഭിച്ചെന്നും ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ കുങ്കിയാനയെ കൊണ്ടുവരുമെന്നും അധികൃതർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. കുടുംബത്തിന് 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായവും പ്രഖ്യാപിച്ചു. ഒരു താൽക്കാലികമായിട്ടൊരു ജോലി ഈ കുടുംബത്തിലെ ഒരാൾക്ക് കൊടുക്കണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിട്ടുണ്ട്. അത് കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കൊടുക്കാനുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. കുങ്കിയാനയെ ഇവിടെ തന്നെ നിർത്തി ഈ ആനയെ കാട് കയറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ഏർപ്പാട് ചെയ്യാം. വിഷയം നിരന്തരം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അലംഭാവം തുടരുകയാണെന്ന് VK ശ്രീകണ്ഠൻ MP ആരോപിച്ചു. ഈ പ്രദേശത്ത് കാട്ടാനകളുടെയും കാട്ടുമൃഗങ്ങളുടെയും നിരന്തരമായ ശല്യമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഫെൻസിങ് അപൂർണമാണ്. പലതും മെയിൻ്റനൻസ് നടത്താതെ കേടുവന്ന് കിടക്കുന്നതാണ്. നാട്ടുകാർ നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് റെയിൽ ഫെൻസിങ് നടപ്പിലാക്കണം എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും വനമന്ത്രി ഉറപ്പ് നൽകി. പമ്പ് ആക്ഷൻ ഗൺ എന്ന് പറയുന്ന ഒരു പുതിയ വെടിവെക്കാനുള്ള സംവിധാനം അത് ഇന്ന് പാലക്കാട് പരീക്ഷിക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് മൃതദേഹം വിട്ടു നൽകി. വയനാട് മേപ്പാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്തുന്ന ശ്രമം വനവകുപ്പ് തുടരുകയാണ്. ഇതിനിടയിൽ ആന RRT സംഘങ്ങൾക്ക് നേരെ തിരിഞ്ഞു. ഇടുക്കി സൂര്യനെല്ലിയിൽ പുലിയിറങ്ങി. സ്കൂൾ വിട്ടുമടങ്ങുന്ന വിദ്യാർത്ഥികളാണ് പുലിയെ കണ്ടത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം